ഈ നാട്ടിലെ ആദിവാസികൾ, ഈ നാട്ടിലെ ദളിതുകൾ എന്തേ അവർ പുരോഗമിക്കാതെ പോയത്? അവരെ വോട്ടിന്റെ ടൂളാക്കി മാറ്റി ഉപയോഗിച്ച ഇവിടുത്തെ രാഷ്ട്രീയമുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ വലിയ വലിയ എന്താണ് കേരളം ഉണ്ടാക്കിയത് നമ്പൂതിരിപ്പാടാണ് എന്ന് വരെ ബടായി പറയാൻ ഒരു മടിയുമില്ലാത്ത സഖാക്കളുണ്ട്. ഞാൻ വിനീതമായി ചോദിക്കട്ടെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താ ഈ നാട്ടിൽ ഉണ്ടാക്കിയത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതി പെരിപ്പിച്ച വാക്കല്ലാതെ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞൂതി വീർപ്പിച്ച ബലൂണല്ലാതെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താണ്? തന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ തന്റെ ജാതി കൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർത്ത ഒരാൾ. ഓർത്തു നോക്കൂ നിങ്ങൾ, ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലേ, ഏലംകുളം മനക്കൽ എന്നുവെച്ചാൽ തറവാട്ടിന്റെ പേരും ജാതിന്റെ പേരും എല്ലാം കൂടെ ഒരുമിച്ച് തന്റെ പേരിൽ ചേർത്ത് ഇവിടുത്തെ സവർണാധിപത്യം അവസാനിച്ചപ്പോ രാഷ്ട്രീയാധിപത്യത്തിൽ സവർണതയെ കുടിയിരുത്തിയ മനുഷ്യനാണ് അയാൾ. അയാൾ ഈ രാജ്യത്തെ ദളിതുകൾക്ക് വേണ്ടി സംസാരിച്ചോ? അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ യത്നിച്ചോ? ഈ നാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ചോ? എന്നാൽ ആദിവാസികളുടെ വോട്ടുകൾ ഏറ്റവും ശക്തമായി ഉപയോഗപ്പെടുത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബെൽറ്റ് ശോഷിച്ചത്. അതിന്റെ നാശം ഈ നാട്ടിലുണ്ട്, അതിന്റെ അപകടം ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിനെ സമുദ്ധാരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സമഗ്രമായ ജാതീയതയുടെ, വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ സമഗ്രമായ പുരോഗതി തന്നെയാണ് രാജ്യത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒരിടപെടൽ. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോപ്പിനെ എതിർക്കുന്ന കാസയെ, രാഹുലിനെ എതിർക്കുന്ന RSSനെ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയുമ്പോഴാണ് അപകടകരമായ വർഗീയതയുടെ ആഴം. ലീഗിനെ എതിർക്കുന്ന മുസ്ലിം മതതീവ്രവാദികളെ പരിശോധിക്കുമ്പോഴാണ് അടിസ്ഥാനപരമായ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഗരിമയെന്തെന്ന്, ലീഗ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ ഗരിമയെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാസയെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കാസയെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിനിടക്ക്, അത് നിങ്ങൾക്ക് ബോധ്യമാകാവുന്ന മണിക്കൂറുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലെ മതസമൂഹങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും അപകടകരമായ വിഷം തുപ്പിയ സംഘടന ഈ കാസയാണ്. കാസയുടെ ശമ്പളം RSSന്റെ ഓഫീസിൽ നിന്നാണ്. അവരുടെ സൃഷ്ടിയാണ്. മുസ്ലിം മത തീവ്രവാദികൾ മുസ്ലിങ്ങൾക്കുണ്ടാക്കുന്ന അപകടം പോലെ തന്നെ ഈ രാജ്യത്തിലെ വിശ്വാസികൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത് കാസയാണ്. ആ കാസയെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടില്ലേ? ഇവരെ കുറിച്ച് മനസ്സിലായിട്ടില്ലേ? കാസയുടെ നേതാവിന്റെ ഫേസ്ബുക്ക് കെട്ടിപ്പൂട്ടി എന്നുള്ളതാണ് ഇപ്പണ്ടായ യുദ്ധം കൊണ്ടുള്ള ആകെ ഗുണം. എന്താ ഈ യുദ്ധം കൊണ്ട് ആകെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയാം? ആകെ ഗുണമെന്നല്ല, ഏറ്റവും വലിയ ഉപകാരം. അയാളുടെ ഫേസ്ബുക്ക് കെട്ടിപ്പൂട്ടി. അത് സുക്കർബർഗാണ് പൂട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള തീവ്രവാദ ഗ്രൂപ്പിനെതിരെ എന്തേ മുഖ്യമന്ത്രി പറയാത്തത്? പറയാനാവില്ല. അവിടെയാണ് രാഷ്ട്രീയം. കാര്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നേരത്തെ നാദർ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോ നിങ്ങളൊക്കെ കേട്ടല്ലോ, SFIO അന്വേഷിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ മകള് പിടിക്കപ്പെടാൻ പോവാണ്, നാളെ എന്താണ് വിധി വരാൻ പോവാണ്. നമ്മളൊക്കെ വലിയ ആകാംക്ഷയിൽ കണ്ടല്ലോ എന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഈ SFIOയുടെ വിചാരണ കോടതിയിൽ ED ഒരു കത്ത് കൊടുത്തു. എന്താ കൊടുത്തത്? ഈ കേസിൽ കക്ഷി ചേരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, വീണയെ കുറിച്ചുള്ള കേസിന്റെ ഫയൽ ഞങ്ങൾക്ക് കൈമാറണം, റിക്വസ്റ്റാണ്. അപ്പൊ അതിന് SFIO കൊടുത്ത മറുപടി എന്താ? ഞങ്ങള് 54 ബുക്ക്ലെറ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, വിശദമായ പഠനം. ആ ബുക്ക്ലെറ്റുകൾ പക്ഷേ ഫോട്ടോ കോപ്പി എടുക്കാൻ ഞങ്ങളുടെ ഓഫീസിൽ സംവിധാനമില്ല. ഞാനിത് സംസാരിക്കുന്നത് കോറോത്ത് അങ്ങാടിയിലാണ്. ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന എത്ര ഓഫീസുകളുണ്ട്? എത്ര ചെറിയ ചെറിയ ഓഫീസുകൾ ഉണ്ടാവും? ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീന്റെ വില എന്താ? 10,000 ചുവടയാണ്. നിക്കോണിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ വാങ്ങണമെങ്കിൽ. SFIO പോലെ ഇന്ത്യയിലെ ഒരു സമുന്നത അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ ഇല്ല. അപ്പൊ ED പറഞ്ഞു, ശരി, നിങ്ങളെ കയ്യിൽ മെഷീൻ ഇല്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യാം, മെഷീനുമായി നിങ്ങളെ ഓഫീസിൽ വരാം, എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോളാം. അതിന്റെ മറുപടി കഴിഞ്ഞ ആഴ്ച വിചാരണ കോടതിയിൽ SFIO പറഞ്ഞ എന്താണെന്നറിയോ? പറ്റൂല, ഞങ്ങൾക്കത് തരാൻ പറ്റൂല. എന്ന് വെച്ചാൽ SFIOയുടെ കയ്യിലുള്ള വീണയുടെ കേസ് കച്ചവടമായിട്ടുണ്ട്.
അതിന്റെ പൈസന്റെ ഏർപ്പാടിന്റെ ഒക്കെ ചെറിയ തർക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ കക്ഷി വന്ന് അതിൽ ജോയിൻ ചെയ്യണ്ട. ഈ കച്ചവടം ഞങ്ങൾ നടത്തിക്കൊള്ളാന്നാണ്. ഈ കച്ചവടം നടക്കുന്നതിനിടയിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി കാസയെ കുറിച്ച് പറയുക, RSSനെ കുറിച്ച് പറയുക, എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്ന BJPയെ കുറിച്ച് പറയുക? ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കട്ടെ, മറ്റെല്ലാം ഇതൊരു ലീഗിന്റെ പൊതുയോഗമാണ്. ഷാജി സംസാരിക്കുകയാണ്, നിങ്ങൾ മുൻവിധി വെക്കല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ജയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ RSSന്റെ ശാഖ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയതിന് തെളിവ് എന്താണെന്ന് അറിയുമോ? മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ജയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ RSSന്റെ ശാഖ ഉണ്ടാക്കിയല്ലോ. പറഞ്ഞ മറുപടി അവരെ സ്ഥലം മാറ്റിയെന്നാണ്. എന്റെ ചോദ്യം അവരെ സ്ഥലം മാറ്റിയോ ഇല്ലേ എന്നല്ല. കേരളത്തെ പോലെയുള്ള ഒരു സ്റ്റേറ്റിന്റെ പോലീസ് സേനയിൽ RSS ശാഖ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണ്? ആരാ ഇതിന് അനുവാദം കൊടുക്കുന്നത്? ആരാ ഇതിന് സമ്മതം കൊടുക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ അതിനെ കുറിച്ച് പറയാനാവാത്തത്? നമ്മൾ പറഞ്ഞല്ലോ, PC ജോർജിനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്ന് ഏറ്റവും ഭീകരമായ മുസ്ലിം വിരുദ്ധത പറഞ്ഞു. നമ്മൾ വിട്ടേക്ക്. നിങ്ങൾക്കറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ വന്ന് നിലമ്പൂരിൽ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചു. നമ്മൾ എങ്ങനെയാ എതിർക്കുക? കാര്യം എന്താണ്? വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് നിലമ്പൂരിലാണെങ്കിൽ PC ജോർജ് പറഞ്ഞത് കോട്ടയത്താണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് എപ്പോഴാണ്? 5-6 മാസം മുമ്പ് ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തെ കണ്ട് അദ്ദേഹം സംസാരിച്ചത് എന്താണ്? കേരളത്തിലെ മലപ്പുറം ജില്ല, മുസ്ലിം ഭൂരിപക്ഷ ജില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ചാർജ് ഷീറ്റുകൾ ഇട്ട ജില്ല അതാണ്. ക്രിമിനൽ റേറ്റിംഗിൽ കേസ് പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുണ്ടാക്കിയ കള്ളക്കണക്ക് വെച്ച് അയാൾ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ജില്ല മലപ്പുറമാണ്. നമുക്കറിയാം അതിന്റെ, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുകയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണവേട്ട നടന്നത് കരിപ്പൂരിലാണ്. ആയിക്കോട്ടെ, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി, ശിവശങ്കരനും സ്വപ്നയും വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സ്വർണ്ണക്കടത്ത് എന്തേ നിങ്ങൾ ഡൽഹിയിൽ പറഞ്ഞില്ല? കേരളത്തിലെ ഏറ്റവും വലിയ ഹവാല നടക്കുന്നത് കരിപ്പൂർ എയർപോർട്ടിലും മലപ്പുറം ജില്ലയിലുമാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല നടത്തിയ BJPയുടെ നേതാക്കന്മാരുടെ, RSS നേതാക്കന്മാരുടെ ഹവാല ഇടപാടിനെ കുറിച്ച് എന്തേ നിങ്ങൾ സംസാരിച്ചില്ല? എന്തേ നിങ്ങൾ പറഞ്ഞില്ല? അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായതിനെ കുറിച്ച് എന്തേ നിങ്ങൾ പറയാതെ പോയത്? പറഞ്ഞില്ല. കൊടകര ഹവാലയെ കുറിച്ച് പറഞ്ഞില്ല.
അപ്പൊ വെള്ളാപ്പള്ളി വർഗീയവാദം പറയുന്നത് മുഖ്യമന്ത്രി കാണിച്ചു കൊടുത്തതാണ്. PC ജോർജ് വർഗീയത പറയുന്നത് മുഖ്യമന്ത്രി പഠിപ്പിച്ചു കൊടുത്തതാണ്. അതും അവര് പറഞ്ഞത് മലയാളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തത് ഇംഗ്ലീഷിലെ ഹിന്ദു പത്രത്തിനാണ്. തീരുന്നില്ല, ഹരിയാന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി എന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുമാറ് അപകടകരമായ വർഗീയത പറഞ്ഞത് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വലിയ വിവാദമായി എന്താണ് നേരത്തെ നാദർ ഇവിടെ പറയുന്നത് കേട്ടു. വലിയ വിവാദം ഉണ്ടായത് എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമാണ്. നമുക്ക് അതില് വേറെ അതിന്റെ അത് ആരാ തുടങ്ങിയത്, എന്താ തുടങ്ങിയത്, നമ്മളൊന്നും പൊട്ടന്മാരല്ലാത്തത് കൊണ്ട് നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ കുറച്ചുപേര് ഹരിത MLA-മാരായി നിയമസഭയിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിഴിഞ്ഞത്തെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉമ്മൻചാണ്ടി ഉണ്ടാക്കുന്നത്. ഞങ്ങളത് അദ്ദേഹവുമായി സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 4000 പേജുള്ള എൻവയോൺമെന്റൽ സ്റ്റഡിയാണ് കേരളം സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തത്. എന്നിട്ട് അതിന് അനുമതി വാങ്ങി. അന്നത്തെ UPA ഗവൺമെന്റിൽ ജയറാം രമേശ് വളരെ സെൻസിറ്റീവായിട്ടുള്ള പാരിസ്ഥിതിക വീക്ഷണമുള്ള മനുഷ്യനാണ്. പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കിയാൽ പോലും വലിയ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക്. അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യനെ കേരളത്തിൽ കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തി UPA ഗവൺമെന്റിന്റെ അനുമതി വാങ്ങി അവിടെ തറക്കല്ലിട്ടു. നമുക്കറിയാം. എന്നിട്ടാണ് പിണറായി വിജയൻ വലിയ ആരോപണം 6000 കോടി ആരോപണം എന്നൊക്കെ ഉന്നയിച്ച് നടന്നത്. അതെന്തോ ആവട്ടെ, അതെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഓർമ്മ നശിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കറിയാം. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ട്, ഞാനത് പറയാം. എന്താ മുഖ്യമന്ത്രി സംസാരിച്ചെന്നറിയ ഞങ്ങള്? മുഖ്യമന്ത്രി പറഞ്ഞു 5000 ചില്ലോനം കോടി 6000 കോടി രൂപയോളം ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് കേരള ഗവൺമെന്റ് ആണ്. ശരി, കേരള ഗവൺമെന്റ് ആണ്. അന്ന് വൈകുന്നേരം നിങ്ങളുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് 1 റുപ്പി, ഒരു ചില്ലിക്കാശ് സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് വിഴിഞ്ഞം പദ്ധതിക്ക് തന്നില്ല. അപ്പൊ ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പ്രോജക്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്ന പ്രോജക്ട്, നിങ്ങൾ അന്ന് ആരോപണം ഉന്നയിച്ച 6000 കോടി കേരളം മാത്രം ഇൻവെസ്റ്റ് ചെയ്തു. ശരിയാണ്. എങ്കിൽ എന്റെ ചോദ്യം, കേരളം ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 റുപ്പിക കേന്ദ്ര ഗവൺമെന്റ് തരാത്ത ഈ പദ്ധതിയുടെ ഉദ്ഘാടനം എന്തിനാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ചെയ്യിച്ചത്? ഒന്ന് പറഞ്ഞേ. ഞാനൊരു നിയമസഭാ സാമാജികനായി 10 വർഷം ഇരുന്ന ആളാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അതിന്റെ പ്രോട്ടോകോൾ ഒന്ന് കാണിക്കുക. കേന്ദ്രം തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന ഒരു പ്രോട്ടോകോൾ കാണിക്ക്. നരേന്ദ്രമോദിക്ക് കട്ടൻ റുപ്പികയുടെ ഉത്തരവാദിത്വമില്ല. UPA ഗവൺമെന്റ് കൊടുത്ത അനുമതിയാണ്, നരേന്ദ്രമോദി കൊടുത്ത അനുമതിയല്ല. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റിന്റെ 10 റുപ്പികയില്ല. പിന്നെ എന്തിനാണ് ഈ നരേന്ദ്രമോദിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇത് ഉദ്ഘാടനം ചെയ്യിച്ചത്? ഒന്ന് നിങ്ങൾ പറഞ്ഞേ, എന്താ അതിന്റെ കാരണം എന്നൊന്ന് പറയൂ. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. സഖാക്കൾക്ക് വലിയ ഇഷ്ടമുള്ള ആളാണല്ലോ ബംഗാളിലെ മമതാ ബാനർജി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണ് ബംഗാൾ വരെ പോണത്? ഇതാ തൊട്ടടുത്തുണ്ട് മറ്റൊരു ധൈര്യമുള്ള, തന്റെ ഇടമുള്ള, ഒരു മതേതര കാഴ്ചപ്പാടുള്ള മറ്റൊരു മന്ത്രി, തമിഴ്നാട്ടിന്റെ മന്ത്രി സ്റ്റാലിനുണ്ട്. തൂത്തുക്കുടിയിലെ സീപോർട്ട് എന്താണ്, ആ സീപോർട്ടിൽ ഇതുപോലെ ഒരു പദ്ധതി നടക്കുന്നു. തമിഴ്നാട് ഗവൺമെന്റ് കോടികൾ മുടക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ വിളിച്ചിട്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമോ സ്റ്റാലിൻ? കൊടുക്കില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ കൊടുക്കില്ല എങ്കിൽ നിങ്ങൾ അവിടെ അന്നൊരു വലിയ വിവാദമുണ്ടായി. എന്താണ്? രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. നമ്മൾ കണ്ടു. കുറെ ആയിട്ട് കേരളത്തിന് ഭീമൻ രഘുവിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇയാളെ കണ്ടപ്പോ ഏകദേശം ആശ്വാസമായി. ഭീമൻ രഘുവിന് പകരം ഒരാൾ വന്നിട്ടുണ്ട്. അയാളുടെ തമാശയൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ താഴെ ഇരുന്ന് മോങ്ങുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, റിയാസ്. ഞാൻ റിയാസിനോട് ചോദിക്കട്ടെ, തമിഴ്നാട് ഗവൺമെന്റ് ഉദ്ഘാടനം നടക്കുന്ന ഒരു വേദിയിൽ BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ കയറിയിരിക്കുക. എന്നിട്ട് സ്റ്റാലിന്റെ മകൻ
ഈ കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് താഴെ ഇരുന്നിട്ട് ഇയാൾ ഇങ്ങനെ സ്റ്റാലിനോട് പറഞ്ഞിട്ട് മോങ്ങിക്കറിയാം, ഇതെങ്ങനെ BJP പ്രസിഡന്റ് വിളിച്ചത്, ഇതെങ്ങനെ BJP-ക്കാർ സ്റ്റേജിന്മേലെത്തിയത് എന്ന് പറയുന്ന അവസരം ഉണ്ടാകുമോ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, രാജീവ് ചന്ദ്രശേഖരന്റെ ലിസ്റ്റ് കേന്ദ്രം തന്നതാണ് എന്ന കളവ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, നുണ പറഞ്ഞു. എന്താ കാര്യമെന്നറിയുമോ? എന്റെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. വാസവന്റെ പത്രസമ്മേളനമുണ്ട്. എന്താ വാസവൻ പത്രസമ്മേളനം നടത്തുന്നത്? ഇതാ ഉദ്ഘാടനം നടക്കാൻ പോവാണ്. അപ്പൊ പത്രക്കാർ ചോദിച്ചു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നോ? വാസവന്റെ മറുപടി ഉണ്ട്, ഇതാ വിളിച്ചവരുടെ ലിസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ വായിക്കാൻ 1 2 3 4 5. ആറാമത്തെ പേര് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ്. രണ്ടു വാദമുണ്ട് ഇവിടെ. മുഖ്യമന്ത്രി പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഇങ്ങോട്ട് അയച്ചതാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരള ഗവൺമെന്റിന്റെ പ്രോഗ്രാമായ ഈ പദ്ധതിയിൽ അവരിങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് തന്നപ്പോ, എന്നാൽ KPCC-യുടെ പ്രസിഡന്റും CPM-ന്റെ പ്രസിഡന്റും അതിൽ ഉൾപ്പെടട്ടെ, സെക്രട്ടറിയും അതിൽ ഉൾപ്പെടട്ടെ എന്നൊരു മറു കത്ത് നിങ്ങൾ കൊടുത്തിരുന്നോ? കേന്ദ്രം ഒരു കത്ത് തന്നപ്പോഴേക്കും അടിയൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണോ ചെയ്തത്? ഒരു ചോദ്യം. അതല്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് എന്ന് തെളിവ് വെച്ച് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തു തെളിവാണുള്ളത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കേന്ദ്രം തന്ന ലിസ്റ്റ് അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരു രാജ്യസഭാ MP എങ്ങനെയാണ്, റഹീമിനെ പോലെ ഒരു രാജ്യസഭാ MP എങ്ങനെയാണ് വേദിയിൽ കയറിയത്? അവിടുത്തെ പാർലമെന്റ് മെമ്പറെ മനസ്സിലാക്കാം. ഈ നാട്ടിലെ രാജ്യസഭാ MP-മാർക്ക് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിൽ 10-20 രാജ്യസഭാ MP-മാരില്ലേ? അവരെ നിങ്ങൾ വിളിച്ചോ? വിളിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവരെ വിളിച്ചത്? അതിനർത്ഥം എന്തെന്നാൽ BJP-യുടെ നേതാവിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന ഒരു പരിപാടി കൊടുത്തതാണ്, നിങ്ങൾ കൊടുത്തതാണ്. അതിന് വാസവന്റെ പ്രസംഗത്തെ സാന്ദർഭികമായി എടുത്ത് നരേന്ദ്രമോദി അടിക്കുന്ന ഒരു അടിയുണ്ട്. എന്താ വാസവൻ പറഞ്ഞത്? അവർ പാർട്ട്ണർ. ആരെക്കുറിച്ച്? അദാനിയെ കുറിച്ച്. അതിന് മറുപടി ഉണ്ട്. ആരുടെ മറുപടി? നരേന്ദ്രമോദിയുടെ മറുപടി. കണ്ടോ, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പാർട്ട്ണർമാരാണ്. മനസ്സിലാക്കണം, ആരൊക്കെ പാർട്ട്ണർ? അദാനി, നരേന്ദ്രമോദി, പിണറായി വിജയൻ. ഞങ്ങൾ പാർട്ട്ണർമാരാണ്. മോഡിയുടെ രണ്ടാമത്തെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പലരുടെയും ഉറക്കം ഇതുകൊണ്ട് കെടും. ആരുടെ ഉറക്ക സഖാബെ കെടാൻ പോണത്? ഞങ്ങളുടെ ഉറക്കല്ല. ഞങ്ങൾ എന്തിനു ഉറക്കം കെടണം? ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയാലോ. ഉറക്കം കെടുന്നത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരാം വഴിയിൽ പോകുമെന്ന് വിശ്വസിച്ച് ചുവന്ന കൊടി പിടിച്ച് ചങ്ക് പൊട്ടുമാറ് മുദ്രാവാക്യം വിളിക്കുന്ന പാവം സഖാക്കളുടെ ഉറക്കാണ്. രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കെടുന്നുണ്ടാവാം, പക്ഷേ അത് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ ഓർത്താൻ, ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ ഓർത്താൻ, ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ ഓർത്താൻ, ഈ രാജ്യത്തിലെ മതേതരത്വത്തെ ഓർത്താൻ. അതിൽ ആർക്കെങ്കിലും സങ്കടമുണ്ടോ? നിങ്ങൾ പാർട്ട്ണർമാരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയട്ടെ, അദാനിയെ കാണുമ്പോഴേക്കും ഇളിച്ചു കാണിച്ച് വേഷം കെട്ടെടുത്ത് ഒരു ചിത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചില്ലിട്ടു സൂക്ഷിക്കണം. എന്താണെന്നറിയുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ, കൂടെ മകൾ, പിന്നെ പേരക്കുട്ടി, ഈ 4 പേര് നിരന്നിട്ട് ഒരു കോട്ടിട്ടിട്ട്, ഒരു ഒരു ലേബേഴ്സ് ഇടുന്ന ഒരു സ്പെഷ്യൽ കോട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ, ആ കോട്ടിന്റെ മുകളിൽ അദാനി ഗ്രൂപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉളുപ്പുള്ള സഖാക്കള് ഇതൊന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്ക്. നിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് മാത്രല്ല, നിന്റെ മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയെ കൊണ്ട് അദാനിയുടെ കുപ്പായം ഇടുവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു അദാനി, തെളിയിച്ചു നരേന്ദ്രമോദി. നിങ്ങൾ ഉളുപ്പില്ലാതെ ഇട്ടിട്ട് ഇവരെ കൊണ്ടുപോയി അവിടെ നിന്നു. നിങ്ങളാണ് ഈ രാജ്യത്തിലെ മുതലാളിമാരെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങളാണ് ഈ രാജ്യത്തിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറ്റുമെങ്കിൽ സഖാക്കളെ, ആത്മാർത്ഥതയുള്ള സഖാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെറിയ ഒരു ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ അതൊന്ന് കയ്യിൽ വെക്കണം ഇടക്കിടക്ക്. അതെടുത്തിട്ട് ഒരു റെഡ് സല്യൂട്ട് കൊടുക്കാനാണ്. എന്തിനെന്നറിയുമോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അംബാനിയുടെ കല്യാണം നടക്കുകയാണ് വീട്ടില്.
അംബാനിയുടെ മകന്റെ കല്യാണാണ്. ആരൊക്കെ വരണത്? സുക്കർബർഗ് വരികയാണ്. നാട്ടിലെ ലൊട്ടിലൊടുക്ക് പൈസക്കാരല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാർ. സുക്കർബർഗ് ഉണ്ടായിരുന്നു അവിടെ, ഇലോൺ മസ്ക് ഉണ്ടായിരുന്നു അവിടെ, ബിൽ ഗേറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അതിന് പുറമെ നാട്ടിലെ അവസാനത്തെ പൈസക്കാരുണ്ട്. 100 തവണ വിളിച്ചു രാഹുൽ ഗാന്ധിയെ. ലോകത്തിലെ മുഴുവൻ ധനാഢ്യരും രാജ്യപ്രമുഖന്മാരും വന്നിട്ട് അംബാനിയുടെ വീട്ടിൽ കല്യാണം കൂടുമ്പോ ഡൽഹിയിലെ ഒരു ചായക്കടയിൽ, ഒരു പിസ ഹോട്ടലിൽ, ഒരു പിസ ഷോറൂം ഔട്ട്ലെറ്റിൽ ഇരുന്നിട്ട് ഒരു കാപ്പി കുടിച്ച് ഒരു പിസയുടെ കഷ്ണവും കഴിച്ച് സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണ്. 1000 വട്ടം ജനിച്ചാലും അതുപോലെ ഒരു നേതാവിനെ കിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളുടെ ഈ തഴിക കൊടുക്കൽക്കടയിൽ. ഞങ്ങൾ ഇതാ അഭിമാനമുണ്ട്, വെറുതെ ഇരുന്ന് കൈയടിക്കല്ല. ഒരു തവണയാണെങ്കിൽ ഒരു തവണ രാജ്യത്തിന്റെ മതേതര നേതാവിന് വോട്ട് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച കൈകൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കൈയടിക്കുന്നത്. ഒന്ന് പൂജിക്ക്. ഒരു സിനിമയിൽ ശ്രീനിവാസൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഞങ്ങള്? ഒരു സിനിമയിൽ ദേഷ്യം പിടിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് കണ്ണാടിന്റെ മുമ്പിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് ആരും കാണാതെ വിളിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ രാഹുലിന്റെ ഫോട്ടോ വെച്ചിട്ട് ആരും കാണാതെ ഒരു സിന്ദാബാദ് വിളിക്ക്, ഒരു ആശ്വാസം ഉണ്ടാവട്ടെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വപ്നം കാണാൻ കഴിയില്ല. RSSന്റെ മുമ്പിൽ കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല്ലൊടിയാറായ നിന്റെ ഈ ഇരട്ട ചങ്കുണ്ടെന്ന് കള്ളത്തരം പറയുന്ന നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാര് പോലും ഇല്ലാത്ത നിന്റെ ഈ പിണറായി വിജയനുണ്ടല്ലോ, അയാളെയാണോ നിങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെന്ന് വിളിക്കുന്നത്? അയാളെയാണോ നിങ്ങൾ വലിയ ആദർശവാദി എന്ന് വിളിക്കുന്നത്? സ്വന്തം മകളെ രക്ഷിച്ചെടുക്കാൻ ഈ നാടിനെ RSSന്റെ അടുക്കളയിൽ പണയം വെച്ച നട്ടലില്ലാത്ത ഈ മനുഷ്യനാണോ നിങ്ങൾ വലിയ ധീരനും ശൂരനും എന്ന് വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞേ നിങ്ങള്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ പിണറായി വിജയന്റെ ഫോട്ടോ 500 ഹോർഡിംഗ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15 കോടി ഉറുപ്പ്യ മുടക്കിയിട്ട് 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ എല്ലാ തെരുവിലും വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല. ഈ അവലക്ഷണം കണ്ട മോന്തയും കൂടി കണ്ട അന്നത്തെ ദിവസം പോകുന്നല്ലാതെ എന്ത് ഉപകാരമാണ് എന്റെ സഹോദരന്മാരെ നാട്ടുകാർക്ക് ഉണ്ടാവുക? 500 ഹോർഡിംഗ്. ചെലവെത്ര കാര്യങ്ങള്? 15 കോടി ഉറപ്പിക. ഈ വാർഷികം ആഘോഷിക്കാൻ 100 കോടി ചെലവാണ്. ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. ഇതാ ജൂൺ 2 സ്കൂൾ തുറക്കല്ലേ, സ്കൂളിൽ കഞ്ഞിക്ക് പൈസ കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. അംഗൻവാടിയിലെ ടീച്ചർമാർക്ക് 10 റുപ്യ കൂട്ടി കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. കോറോത്ത് നെല്ല് സംഭരിച്ചു വെച്ച കർഷകർക്ക് പൈസ കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ക്ഷേമനിധിയുടെ പെൻഷൻ കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? തൽക്കാലം ഇല്ല. സാമൂഹിക പെൻഷൻ ഒരു 10 റുപ്യ കൂട്ടി കൊടുക്കാൻ പിണറായി വിജയൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല. ആശുപത്രിയിൽ ജീവൻ രക്ഷാ മരുന്ന് വാങ്ങാൻ 10 റുപ്യ മാനന്തവാടിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഡയാലിസിസ് പേഷ്യന്റിന് കൊടുക്കുന്ന 1000-2000 റുപ്യ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്റെ കയ്യിൽ പൈസ ഉള്ളത്? മക്കൾക്കും പേരക്കുട്ടികൾക്കും നീന്തി കുളിക്കാൻ അവിടെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉണ്ടാക്കാൻ പൈസ ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. പേരക്കുട്ടിനെയും കൂട്ടി ടൂർ പോകാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഈ മഹാരാജാവിനെ എഴുന്നള്ളിക്കാൻ കേരളത്തിന്റെ ചെലവിൽ നാട്ടിൽ 100 കണക്കിന് വണ്ടികൾ ഓടാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. പാപപ്പെട്ടവന് പൈസ ഇല്ല. നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ഈ 4ാം വാർഷികം ജനങ്ങളുമായി സംസർഗത്തിന് ഇറങ്ങി പുറപ്പെടാൻ എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി മന്ത്രിമാരും വന്നു. ഞാനൊരു കാര്യം സഖാക്കളോട് ചോദിക്കട്ടെ, 6 മാസം മുമ്പല്ലേ നിങ്ങളൊരു ബസ്സുമായിട്ട് വന്നത്? ആലിബാബയും 42 കള്ളന്മാരെന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു മുഖ്യമന്ത്രി 20 കള്ളന്മാരും കൂടെ ഒരു കക്കൂസുള്ള ബസ്സുമായിട്ട് വന്നില്ലേ? ഇവിടെ ഈ മാനന്തവാടിയിൽ വന്നില്ലേ നിങ്ങൾ? എന്നിട്ട് ആ ബസ്സിന്റെ വിവരം എന്താണ്? എന്നിട്ട് നിങ്ങൾ മാനന്തവാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ അപേക്ഷ എന്തായി? എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുത്തു? എന്ത് ബസ്? എന്നിട്ട് ആ യാത്ര കഴിഞ്ഞു പോകുമ്പോ മന്ത്രിമാർ എഴുതുകയാണ് ബീഫ്, അത് വയനാട്ടിലെ വരട്ട് ബീഫ്. എന്റെ ഫേസ്ബുക്കാണ്, പോസ്റ്റാണ്. മന്ത്രി ചെറിയാൻ പറയാണ്, കാഷ്യൂ നട്ട്സ് പൊരിക്കുകയാണെങ്കിൽ നെയ്യിൽ പൊരിക്കണം, തിന്നുന്നെങ്കിലോ കോഴിക്കോട്ട് തിന്നണം. നാട്ടുകാരെ നെയ്യിൽ പൊരിച്ച കശുവണ്ടി നക്കി പോയിട്ട് 10 റുപ്യന്റെ അപേക്ഷയുടെ അവന്റെ ഏതെങ്കിലും ഒരു അപേക്ഷ നിങ്ങൾ പരിഗണിച്ചോ? ബാങ്ക് ലോണിന് കൊടുത്ത അപേക്ഷ, മക്കളുടെ വിദ്യാഭ്യാസ ലോണിന് കൊടുത്ത അപേക്ഷ, കർഷകന്മാർ കൊടുത്ത അപേക്ഷ, തൊഴിലാളി കൊടുത്ത അപേക്ഷ, അംഗനവാടി പ്രവർത്തകർ കൊടുത്ത അപേക്ഷ നിങ്ങൾ പരിഗണിച്ചോ? എന്തെങ്കിലും ഒന്ന്
ഏതെങ്കിലും ഒരു കാര്യം 6 മാസം മുമ്പ് വന്നിട്ട് പൗരപ്രമുഖമാരെയും കണ്ടിട്ട് ഉള്ള ബിരിയാണി അടിച്ചു മാറ്റി പോയതല്ലേ ഈ കള്ളക്കൂട്ടങ്ങൾ. എന്നിട്ട് നാട്ടിലെ പ്രശ്നം പരിഹരിച്ചോ? എന്നിട്ട് ഉളുപ്പില്ലാതെ 4ാം വാർഷികത്തിന് 100 കോടി ഉറുപ്പ്യ ചെലവഴിച്ച് പിന്നെയും വരികയാണ് ഈ ആലിബാബയും 41 കള്ളന്മാരും. പിന്നെയും ഞാൻ ചോദിക്കുന്നത്, എന്ത് രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ ഈ പ്രതിനിധീകരിക്കുന്നത് എന്നെങ്കിലും പറ. ഞാൻ ഈ നാട്ടിലെ കോറോത്തിലെ ജനങ്ങളോട് പറയുന്നത്, രാഷ്ട്രീയത്തിനൊരു ക്ലാരിറ്റി വരികയാണ്. ഏതെങ്കിലും ഒരു വൈരത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ട സമയമല്ല. നിങ്ങൾ ചോദിക്ക്, കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, ലീഗിനോട് ചോദിക്കാനുള്ളത്, CPM-നോട് ചോദിക്കാനുള്ളത്. അടിമത്തമല്ല രാഷ്ട്രീയം. ഒന്നിലും അടിമത്തത്തിന്റെ പേരിൽ നിൽക്കണ്ട. നിങ്ങൾ ചോദിച്ചോ ഞങ്ങളോട്, ഞങ്ങൾ ഉത്തരം പറയാം. തിരിച്ചു ചോദിക്കും നിങ്ങൾ അവരോട്. ഇന്ത്യയിൽ വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ ആ മൂവ്മെന്റിന്റെ കൂടെയാണ്. ഇവിടുത്തെ മുഴുവൻ സഹോദരങ്ങളെയും ഞങ്ങൾ നിർത്താൻ ശ്രമിക്കുന്നത് ആ മൂവ്മെന്റിന്റെ കൂടെയാണ്. ഇതൊരു അടിമത്തമല്ല, വ്യക്തതയും കൃത്യതയുമുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങൾ എന്തിനാണ് കോൺഗ്രസ് ഇന്ത്യയിൽ വരണം വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് കോൺഗ്രസിനെ പിന്നെയും പിന്നെയും ചീത്ത പറയാൻ സ്വാതന്ത്ര്യം കിട്ടണം എന്നതുകൊണ്ടാണ്. അതിനാണ് ഞങ്ങൾ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരെ പറയാത്ത ചീത്തയുണ്ടോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവിടുത്തെ സകലരും. അതുപോലെ നിങ്ങളൊന്ന് പറയൂ, ഈ നരേന്ദ്രമോദിയെ കുറിച്ച്. എങ്ങാനും കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് ആണ് ഭരിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ, ഈ പിണറായി വിജയന്റെ നാവ് കൊണ്ട് ഡൽഹി വരെ നീളുണ്ടാവില്ലായിരുന്നോ? എന്താ ഇപ്പൊ മിണ്ടാത്തത്? എന്താ വായ തുറക്കാത്തത്? മിണ്ടിയാൽ ഭയാണ്. ED വരും, മിണ്ടിയാൽ ഭയാണ്. SFIO വരും, മിണ്ടിയാൽ ഭയമാണ്. CBI വരും. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെയല്ലേ? ഒരുപോലെയല്ലേ? കേന്ദ്രത്തിലെ RSS പറഞ്ഞാൽ നിങ്ങൾ അന്വേഷണ ഏജൻസി വരും. അത് തന്നെയല്ലേ ഈ പിണറായി വിജയനെതിരെ പറഞ്ഞാലും ഉണ്ടാവുക അല്ലെ? നിങ്ങൾ അങ്ങനെയല്ലേ പീഡിപ്പിക്കുക? എന്റെ പേരിൽ കേസ് കൊണ്ടുവന്നത് എന്തിനാണ്? നിങ്ങൾ എതിർത്തതിനല്ലേ നിങ്ങൾ വിചാരിച്ചത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയ, നിങ്ങൾ അഭിമുഖീകരിച്ച അതേ പ്രശ്നം ഞാനും അഭിമുഖീകരിച്ചില്ലേ? നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കും എന്നതുകൊണ്ട് നിങ്ങളുടെ മകളുടെ പേരിൽ കേസെടുത്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എതിർത്തതിന്റെ പേരിലാണല്ലോ എന്റെ പേരിൽ കേസെടുത്തത്. എന്നിട്ട് നിങ്ങൾ കേസെടുത്തിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഞാൻ മിണ്ടാതിരുന്നോ? ഞാൻ എന്റെ വർത്താനം ചുരുക്കിയോ? ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു ആരോപണം ഞാൻ കുറച്ചോ? ഞാൻ അതേ ഒച്ചയിൽ അതേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാര്യമെന്ത്? എനിക്ക് ഭയമില്ല, എന്റെ മടിയിൽ കനവില്ല. അതുപോലെ പിണറായി വിജയൻ എന്താ പറയാതിരിക്കാൻ പറ്റാത്തത്? മോള് ജയിലിൽ പോയി കിടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മടിയിൽ കനമുണ്ട്. നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. എനിക്കത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഈ രാജ്യത്തിലെ നീതിപീഠത്തിന്റെ അടുക്കൽ പോകാനും അത് തെളിയിക്കാനും സാധിച്ചു. കാര്യമെന്തേ? അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല, നിങ്ങൾ മിണ്ടില്ല. ഞാൻ ഈ നാട്ടിലെ സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം എന്താണെന്ന് അറിയുമോ? മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ബീഹാറിൽ, ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ പീഡിപ്പിച്ചു. ആ സമയത്ത് അവിടെ ചെന്നത് രാഹുലാണ്. അവരെ ചേർത്ത് പിടിച്ചത് രാഹുലാണ്. നെഞ്ചിലെ കടുക്കി പിടിച്ച് അവന്റെ ഹൃദയ സ്പന്ദനം തൊട്ടറിഞ്ഞ് അവനോട് പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മൈനോറിറ്റിയാണ്, പക്ഷേ നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഈ രാജ്യത്തിന്റെ മക്കളാണ്. നിങ്ങൾക്കൊരു വേദനയുണ്ടാകാൻ എന്റെ കൂടെ വേദനയാണ്. അതൊരു കൃത്യതയല്ലേ? അതൊരു വ്യക്തതയല്ലേ? ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളെ അനാവശ്യമായി ചൊറിയാൻ, മറ്റൊരു സമുദായത്തിനും വേദനയില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ കാണിച്ച ചൊറിച്ചിലായിരുന്നു NRC, നിങ്ങൾ കാണിച്ച ചൊറിച്ചിലായിരുന്നു വഖഫ് ബില്ല്. ആ ബില്ല് വന്നപ്പോ ഞങ്ങൾക്ക് പാർലമെന്റിൽ ആരാ ഉള്ളത്? എത്ര പേർ? ഞങ്ങളുടെ ധീരന്മാരായ നേതാക്കന്മാരുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബുണ്ട്, മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്ന സമദാനി സാഹിബുണ്ട്. ഞങ്ങൾക്ക് രാജ്യസഭയിൽ MP-മാരുണ്ട്, അതുപോലെ ഖനിയുണ്ട്, എല്ലാവരും ഉണ്ട്. രാഹുൽ പറഞ്ഞത് ഇന്ത്യയുടെ പാർലമെന്റിലെ ഹിന്ദു സഹോദരന്മാർ, പാർലമെന്റിലെ MP-മാർ പറഞ്ഞത്. എന്ത് ബഷീർ സാഹിബ് അവിടെ ഇരുന്നോ? നിങ്ങൾ എവിടെ ഇരുന്നോ? ആ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ മതേതര സമൂഹം അവർക്ക് വേണ്ടി സംസാരിച്ചു.
ഇന്ത്യയുടെ പാർലമെന്റിലെ വഖഫ് ബില്ലിലെ ഏറ്റവും മനോഹരമായ പ്രസംഗം ഒരു മുസ്ലിമിന്റെതല്ല. അറിയണം നിങ്ങള്, ഒരു മുസ്ലിമിന്റെതല്ല, രണ്ട് മുസ്ലിമിന്റെതല്ല. പക്ഷേ നൂറുകണക്കിന് ദശക്കണക്കിന് വരുന്ന ഹിന്ദു സഹോദരന്മാരുടെ പ്രസംഗമാണ്. അതാണ് ഇന്ത്യ. ആ വ്യക്തതയ്ക്ക് നേതൃത്വം കൊടുത്തയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. രാഹുലിന്റെ വലിയ നേതാവ്, വലിയ മുത്തച്ഛൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് കടപ്പുറത്ത് വന്ന് ലീഗിനെ ആക്ഷേപിച്ചു. അദ്ദേഹം ഒരു മാന്യനാണ്. പറയാവുന്ന പദപ്രയോഗത്തിലെ അങ്ങേ അറ്റം ഈ ലീഗ് ഉണ്ടല്ലോ, അവർ ചത്ത കുതിരയാണ്. അതിനേക്കാൾ മനോഹരമായി, സർഗാത്മകമായി, കാവ്യാത്മകമായി ഞങ്ങളുടെ അഭിവന്ദ്യനായ ചങ്കിലെ ചോര CH മുഹമ്മദ് കോയ സാഹിബ് മറുപടി പറഞ്ഞു. അല്ല പണ്ഡിറ്റ്ജി, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്, ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോരാടിയിട്ടുണ്ട്. പക്ഷെ അത് ജനാധിപത്യപരമാണ്. ഞങ്ങളുടെ ഇസ്സത്തിനെ വിട്ടെറിഞ്ഞിട്ടല്ല ആ പോരാട്ടം നടന്നത്. ഞങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അതേ കോൺഗ്രസ് അന്ന് നെഹ്റുവിനെ എതിർക്കുന്ന സമയത്ത് പോക്കർ സാഹിബിനോട്, പോക്കർ സാഹിബ് നിങ്ങൾ ഒറ്റക്കല്ല, അത് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ശബ്ദമാണെന്ന്, ആ ശബ്ദത്തെ ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബലം തന്ന നെഹ്റുവിന്റെ ചെറുമകൻ ഇതായി രാഹുലുണ്ട് ഇവിടെ. ഇതൊരു വ്യക്തതയുള്ള രാഷ്ട്രീയമാണ്. സഖാക്കളെ, കേരളത്തിന് പുറത്തേക്ക് പോയാൽ വലിയ ശൂന്യതയാണ് നിങ്ങൾക്ക്. ഇവിടെയുള്ളൂ നിങ്ങളും നമ്മളൊക്കെ. നിങ്ങൾക്ക് എന്തും പറയാലോ, എന്നിട്ട് പോലും നേർക്ക് നേരെ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നഷ്ടപ്പെടാൻ നിരവധി സ്റ്റേറ്റുകൾ ഇപ്പോഴും കയ്യിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം പറയുമ്പോ ആ രാഷ്ട്രീയത്തിന് വ്യക്തതയുണ്ട്. ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നു. തീരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജാതി സെൻസസ് വരികയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ജാതി സെൻസസിൽ നടത്തിയ പ്രസംഗം എടുത്തു കേൾക്കണം. നിങ്ങൾക്ക് അത് യൂട്യൂബിൽ ലഭ്യമാണ്. മനോഹരമായ പ്രസംഗമായിരുന്നു അത്. രാഹുൽ പറഞ്ഞ ഒരു വാക്കുണ്ടെന്ന്, ഇന്ത്യയുടെ ആണിക്കല്ല് ഈ രാജ്യത്തിലെ പല ജാതി മതസമൂഹങ്ങളാണ്. അത് തകരരുത്. അവർക്കെല്ലാം അവകാശം വേണം. ഈ രാജ്യത്തിലെ എത്രയോ ശതമാനം, ഒരു 60-70% വരുന്ന ദളിതുകള്, ആ ദളിതുകൾക്ക് പക്ഷെ ഈ രാജ്യത്ത് കിട്ടുന്ന ജോലി ഒരു 5% പോലുമില്ല. അവർക്ക് വേണം ഈ രാജ്യം. സംവരണത്തിന്റെ കണക്കുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. തീർന്നില്ല. ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ പ്രസംഗിച്ചപ്പോ കളിയാക്കിയവരല്ലേ? എന്നാൽ ഇതാ ഇന്ത്യയുടെ പാർലമെന്റ് പറയുന്നു ജാതി സെൻസസ് വരാൻ പോവുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമായിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ജാതി സെൻസസ് RSSന്റെ ഇന്ത്യയിലെ അടിവേരുമാന്തുന്ന സെൻസസ് ആവും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ ഒരു ജാതി സെൻസസ് നടക്കുന്നത് 931 അന്ന് ഉള്ള കണക്കുകളുണ്ട്. 4599 ജാതിയും മതങ്ങളും ഉപജാതികളും ഇന്ത്യയിലുണ്ട്. 325 ഭാഷയുണ്ട്. ഓർക്കണം, 4599 ജാതി, മതം, വർഗം, വർണ്ണം ഇന്ത്യയിലുണ്ട്. അറിഞ്ഞോ നിങ്ങള്? ഇത് പറയുന്നത് ഇതാണ് ഇന്ത്യ. ഡൈവേഴ്സിറ്റിയാണ്, വ്യത്യസ്തതയാണ്. 1000 നിറമുള്ള പൂക്കളുള്ള മണ്ണാണിത്. ഈ മണ്ണിനെ ഒരു മതത്തിന്റെ പേരിൽ ഒരുമിപ്പിച്ച് നിർത്താനാവില്ല. നിങ്ങൾക്ക് കഴിയില്ല, അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു ഈ ഇന്ത്യയുടെ സെൻസസ്. ആ സെൻസസ് വീണ്ടും വരുമ്പോ തകരുന്നത് RSSന്റെ സ്വപ്നമാണ്, അവരുടെ സ്വപ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഹൽഗാമില് കുറെ തെമ്മാടിക്കൂട്ടങ്ങള് ആളെ കൊല്ലുകയാണ്. എന്താ അവർ ചോദിച്ചത്? അത്രേ, കലിമത്ത് ചൊല്ലാൻ അറിയുമോ? കലിമത്ത് ചൊല്ലാൻ അറിയാത്തവരെയൊക്കെ വെടിവെച്ച് കൊല്ലും അത്രേ ഇസ്ലാം. ആരാ ഇത് പറഞ്ഞത്? ആ തെമ്മാടിക്കൂട്ടങ്ങളോട് ആരാ അത് പറഞ്ഞത്? അവരിനി പ്ലാൻ ചെയ്തതാണോ? ഇന്ത്യയിലെ ഒരുപാട് വർഗീയ കലാപങ്ങൾ പലപ്പോഴും ആര് ചെയ്തു എന്നതിന് ഉത്തരമില്ലാത്ത കലാപങ്ങളുണ്ട്. പല തരത്തിലും തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ കലാപങ്ങളുണ്ട്. ഇനി എന്തോ ആവട്ടെ, ആ പഹൽഗാമിൽ മുസ്ലിം ലോകത്തെ തന്നെ അപമാനിച്ചുകൊണ്ട് കലിമത്ത് ചൊല്ലാത്തവനെ വെടിവെച്ചു കൊന്ന തീവ്രവാദി കൂട്ടങ്ങൾ, ആ തീവ്രവാദി കൂട്ടങ്ങൾ അവർ കൊന്നപ്പോ ജയ് ഹോ വിളിച്ച് ഞങ്ങൾക്കിതാ എന്തോ കിട്ടിയെന്നു കരുതിയ RSSകാരൻ
അവനിങ്ങനെ ആഹ്ലാദിച്ചു നിൽക്കുമ്പോ നിങ്ങൾ അറിയണം, അവിടെ കൊല്ലപ്പെട്ടു പോയ ലഫ്റ്റനന്റിന്റെ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനോട് പീപ്പിൾസ് ടിവി, റിപ്പബ്ലിക് ടിവിയുടെ ലേഖകൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ആ സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട് ഹിമാൻഷി നർവാൾ. എന്താ പറഞ്ഞെന്നറിയോ? എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു, നിരവധി പേര് കൊല്ലപ്പെട്ടു. ആ കൊലപാതകം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാക്കി മാറ്റുകയല്ല വേണ്ടത്, കാശ്മീരികൾക്ക് നേരെയുള്ള ആക്രമണമാക്കുകയല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്, ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്. RSSകാരൻ അതിന്റെ താഴെ വന്ന് കമന്റ് അടിച്ച എന്താണെന്നറിയോ? നിന്റെ ഭർത്താവ് കൊല്ലപ്പെടേണ്ടവനായിരുന്നു എന്നാണ്. മാർപ്പാപ്പ മരിച്ചുപോയപ്പോ മരണം ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ കാസ എന്ന വൃത്തികെട്ട സംഘടനയെ പോലെ തന്നെ ഇതാണ് RSS, ഇതാണ് കാസ, ഇതാണ് മുസ്ലിം തീവ്രവാദികൾ. മനസ്സിലാക്കണം നിങ്ങൾ. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഹിമാൻഷി നർവാളിനെ പോലെയുള്ള മനുഷ്യരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്നത്, കരുത്തെന്ന് പറയുന്നത്. ആയിരിക്കണം. ഈ യുദ്ധം വന്നപ്പോ നിങ്ങൾ ഓർത്തു നോക്കൂ, എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി രാഷ്ട്രീയം പറയുന്ന ഇന്ത്യയിലെ പ്രതിഭാധനനായ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയാണ്, യുദ്ധം മുന്നോട്ട് പോവട്ടെ. പക്ഷെ യുദ്ധം അവസാനിപ്പിച്ചതിലല്ല, എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇന്ത്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ട്രംപാണോ? രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ട്രംപിന്റെ അമ്മായിന്റെ മോനൊന്നല്ലല്ലോ. ട്രംപ് പറയാൻ ഈ രാജ്യമല്ലേ സംസാരിക്കേണ്ടത്, ഈ രാജ്യമല്ലേ പറയേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ആളുകൾ, ഈ BJPയുടെ ആളുകൾ UPA ഗവൺമെന്റിന്റെ കാലത്ത് യുദ്ധം ഉണ്ടായപ്പോ എന്താ നിങ്ങൾ പറഞ്ഞത്? അന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി യുദ്ധത്തെ ഉപയോഗിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര പരാജയം എന്ന് നിങ്ങൾ പറഞ്ഞു. രാഹുലിനെ നിങ്ങൾ ചീത്ത വിളിച്ചു. എന്നാൽ RSSകാരാ യുദ്ധം, RSSകാരുടെ കാര്യം ഭയങ്കര രസമാണ്. യുദ്ധം നിർത്തിയപ്പോ അവർ നരേന്ദ്രമോദിയോട് ചോദിക്കണം, എന്ത് നിർത്തലാത്? അവർക്ക് യുദ്ധാണല്ലോ ഇഷ്ടം, അവർക്ക് യുദ്ധമാണല്ലോ, രാജ്യത്ത് സമാധാനം ഉണ്ടാവുന്ന ഒരു പണി അവർക്ക് ഇഷ്ടമല്ലോ. എന്നിട്ട് സർക്കാരിനെ ബന്ധിക്കുക. എന്നാൽ രാഹുലിനെ ചീത്ത വിളിച്ച RSSകാരാ, നീ ഒന്ന് കേൾക്കണം. 971 രാഹുൽ ഗാന്ധിയുടെ വല്യമ്മ, രാഹുൽ ഗാന്ധിയുടെ വല്യമ്മ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുകയാണ്. അന്ന് നിക്സൺ ആണ് ഇടപെട്ടത്, ഇന്ന് ട്രംപാണ്. അന്ന് നിക്സണാണ്. ആ നിക്സണോട് ഇന്ദിരാഗാന്ധി പറയുന്ന ഒരു വാക്കുണ്ട്, ഹേയ് മിസ്റ്റർ നിക്സൺ, ആ കാലൊക്കെ കഴിഞ്ഞു. വെളുത്ത നിറമുണ്ടെന്ന് കരുതി 4000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഇവിടെ വെടിയുതിർക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. എങ്ങനെ നേരിടണം, എങ്ങനെ രാജ്യത്തെ നയിക്കണമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത് എന്ന് നിക്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ദിരാഗാന്ധിയാണ്. അല്ലാതെ ഈ രാജ്യത്തിന്റെ യുദ്ധം നിർത്താൻ ആദ്യത്തെ ട്വീറ്റ് ചെയ്യേണ്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല. നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ അറിയില്ല. കാര്യം എന്താണ്? വെറുപ്പിനെ കൈമുതലാക്കിയാൽ എങ്ങനെയാ ഒരു നാട് ഭരിക്കുക? വെറുപ്പ് കൊണ്ട് ഭരിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവാ? എന്റെ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി രാഷ്ട്രീയം പറയാലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ ബിജെപിയെ താങ്ങുന്നവരോട്, അത് രാഷ്ട്രീയം പറയാൻ മടിച്ചു നിൽക്കുന്ന കേരളത്തിന്റെ പിണറായി വിജയൻ ചോദിക്കേണ്ട ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ. ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് കഴിഞ്ഞ കോവിഡിന് ശേഷം സ്വാഭാവികമായി തെരഞ്ഞെടുക്കേണ്ട 80,000 മിലിറ്ററി ജീവനക്കാരെ, മിലിറ്ററിയിലേക്കുള്ള കമാൻഡന്റുകളെ എന്ത് നിങ്ങൾ തെരഞ്ഞെടുത്തില്ല? ഇന്ത്യയുടെ മിലിറ്ററിയുടെ ചരിത്രത്തിൽ ഇത്ര ദീർഘമായ ഒഴിവ് മിലിറ്ററിയിൽ വന്നിട്ടില്ല, മിലിറ്ററി ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടില്ല. നിങ്ങൾ കാശ്മീരിൽ പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ, വേദിയിലുള്ളവർ എനിക്കറിയാം, കുറെ ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരിൽ പോയാൽ തോന്നുന്ന ഒരു സങ്കടം, എന്റെ മനസ്സിൽ ഉടക്കിയ ഒരു സങ്കടമുണ്ട്. ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ബാരിക്കേഡുകളാണ്, പോലീസാണ്. അവരിങ്ങനെ പ്രത്യേക ക്യാബിൻ ഉണ്ടാക്കി, അതിനകത്ത് നിന്ന് കണ്ണു മാത്രം പുറത്തേക്ക്. പിന്നെ അവന്റെ കയ്യിലുള്ള
ഒരൊറ്റ ഞെക്ക് ഞെക്കിയാൽ ആയിരങ്ങളെ മരിച്ചു കൊന്നു വീഴ്ത്താൻ കഴിയുന്ന മെഷീൻ ഗണ്ണുകളാണ്. ഇവരിങ്ങനെ നിൽക്കും. നിങ്ങളൊരു 10 കിലോമീറ്റർ കടക്കുമ്പോഴേക്ക് ഒരു 20 ഈ പട്ടാള ബാരിക്കേഡുകൾ നിങ്ങൾക്ക് കാണാം. ആ കാശ്മീരിൽ ഇതിനെയെല്ലാം മറികടന്ന് ഒരു തീവ്രവാദ കൂട്ടം പോയി മനുഷ്യരെ വെടിവെച്ചു കൊന്നു. ഇത് സുരക്ഷാ വീഴ്ചയല്ലേ? ഇന്ത്യ പോലെ ഒരു വലിയ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഈ കോറോത്ത് ഒരുത്തൻ കട്ടിട്ട് പോയാൽ അവനെ തെരഞ്ഞ് കോറോത്ത പോലീസ് ബീഹാറിൽ പോയി പിടിക്കും, ബംഗാളിൽ പോയി പിടിക്കും, തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലാണെങ്കിൽ പോയി പിടിക്കും. ഒരു സാധാ പോലീസ് അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ പോലീസ്. എന്നിട്ടാണ് കിലോമീറ്ററുകളിൽ 2 ബാരിക്കേഡുള്ള കാശ്മീരിൽ പരസ്യമായി ആളുകളെ ജാതി മതം ചോദിച്ചു വെടിവെച്ച് കൊന്നിട്ട് അവരെവിടെ പോയി? നരേന്ദ്രമോദി കൊന്നവനെവിടെ? പാകിസ്ഥാനെ ബോംബിട്ട് തകർക്കാൻ നിങ്ങൾ യുദ്ധം പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇപ്പൊ പിടിച്ചോ? എവിടെയാണ് ഇന്റലിജൻസിന് വീഴ്ച വന്നത്? എവിടെയാണ് രാജ്യത്തിന്റെ അന്വേഷണം മുന്നറിയിപ്പുകാർക്ക് വീഴ്ച വന്നത്? രാജ്യത്തിന് എവിടെയാ പിഴച്ചത്? നിങ്ങൾക്ക് മനസ്സിലായോ? രാജ്യത്ത് ഒരുപാട് ദുരന്തങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഗോത്ര പോലെ എത്ര കലാപങ്ങൾ, എത്ര ഇഷ്യൂസുകൾ. അവരിൽ പലപ്പോഴും പിടിച്ചപ്പോ അതിന്റെ അന്വേഷണം എവിടെയാ എത്തിയത്? എന്തേ ഈ തെമ്മാടി കൂട്ടത്തെ പിടിക്കാത്തത്? എന്റെ ചോദ്യം, ഈ ബാരിക്കേഡുകൾ കടന്ന്, ഇന്റലിജൻസിനെ കടന്ന് ഈ തീവ്രവാദികൾ എങ്ങനെയാണ് പഹൽഗാമിൽ എത്തിയത് എന്ന് മാത്രമല്ല, ഇത്രയും മനുഷ്യരെ കൊന്നിട്ട് ഈ ബാരിക്കേഡുകൾ മുഴുവൻ കടന്ന് അവരെങ്ങനെയാണ് കാശ്മീരിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ്. ഹെലികോപ്റ്ററിലല്ലോ, വിമാനത്തിലല്ലോ, കപ്പലിലല്ലോ, പിന്നെ എങ്ങനെ പോയി? എവിടേക്കാ പോയത്? പിന്നെ എന്ത് കടയാനാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ പറയുന്ന BJP-കാരൻ? നിങ്ങൾക്ക് എന്തിനാ പറ്റുക എന്ന് പറഞ്ഞേ? അതുകൊണ്ട് ഇത് രാജ്യത്തിന്റെ വീഴ്ചയാണ്, സുരക്ഷയുടെ വീഴ്ചയാണ്, ഈ നാടിന്റെ വീഴ്ചയാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ മൂക്കിൽ വിളിച്ചു കളയോ? അതുകൊണ്ട് പറയാതിരിക്കണമെന്നാണോ? അതിന് ഞങ്ങളാരും മകളുടെ പേരിൽ പേടിച്ചു ഉറങ്ങാതെ കിടക്കുന്ന പിണറായി വിജയൻ അല്ലല്ലോ. ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഞങ്ങൾക്കറിയാം. ഇപ്പൊ അത് പറയരുത്. ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോന്ന് പറയുമ്പോ അങ്ങനെയാണ്. ഈ ചില ഭരണാധികാരികളുടെ പ്രശ്നം കാര്യങ്ങൾ, അവർക്ക് ഈ ദുരന്തം ഇഷ്ടമാണ്, അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഇഷ്ടമാണ്. കാരണം ആളുകൾ രാഷ്ട്രീയം പറയൂല. നിങ്ങൾ പിണറായി വിജയൻ, അദ്ദേഹം ഒരു വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരിക്കും വിശ്വസിച്ചു പോകും. ഇയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ നാട്ടിൽ വന്ന ദുരന്തങ്ങൾ നമുക്ക് ദുരന്തം ശീലമായതുകൊണ്ട് മറന്നു പോണതല്ലേ? എന്തെല്ലാം ദുരന്തമുണ്ടായി. അവസാനം വയനാട്ടിൽ നിങ്ങൾ ഓർത്തു നോക്കണം. ഇതാ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു, ഞങ്ങൾ ആ പാക്കേജ് പൂർത്തിയാക്കും. ഞാൻ ഈ കോറോത്തെ ജനങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടുത്തെ ഈ പഞ്ചായത്ത്, തൊണ്ടർനാട് പഞ്ചായത്തില് നിങ്ങൾ നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ ഒരു അപേക്ഷ കൊടുക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഒരു വീട്, ലൈഫ് പദ്ധതിയിൽ നിങ്ങൾക്കൊരു വീട് അനുവദിച്ചാൽ സ്ക്വയർ ഫീറ്റിന് സർക്കാർ തരുന്ന പൈസ എത്രയാണെന്നറിയോ? 1000 രൂപ. പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ, 1000 രൂപ. നിങ്ങൾ നിങ്ങളുടെ വീടുണ്ടാക്കാൻ 1000 രൂപ. ഏറ്റവും നന്നായിട്ട് എന്റെ വീട് ആരാ ഉണ്ടാക്കുക? ഞാനല്ല ഉണ്ടാക്കുക. ഞാൻ എന്റെ വീട് ഉണ്ടാക്കണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1000. എന്നാലോ വയനാട് പുനരധിവാസ പദ്ധതിയിൽ വീട് നഷ്ടപ്പെട്ടു പോയ പാവങ്ങൾക്ക് സർക്കാർ വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ആര് വഴി? ഊരാലിങ്കൽ വഴി. അപ്പൊ സ്ക്വയർ ഫീറ്റിന് എത്രയാ? 3000 രൂപ. ഇതെന്ത് പരിപാടിയാണോ? ഞങ്ങളെ വീടുണ്ടാക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 1000, ഊരാലിങ്കൽ വീടുണ്ടാക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 3000. ഈ 3000 വീടിന് മാത്രമാണോ? ആ മൊത്തം പദ്ധതിക്കാണോ? ഊരാലിങ്കൽ പിണറായി വിജയന്റെ ബിനാമി ഏർപ്പാടല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബിനാമി ഏർപ്പാടല്ലേ? സംശയങ്ങളില്ലേ? ജനങ്ങൾ പറയണില്ലേ? ഈ ഊരാലിങ്കലിന് നിങ്ങൾ ഈ പദ്ധതി കൊടുക്കുന്നത് എത്ര കോടിയുടെ അഴിമതിയാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, വായ്പ തള്ളുന്ന ഇഷ്യൂ ഉണ്ടായി ഈ അടുത്ത്, ഏറ്റവും റീസെന്റ് ആയി വലിയ പ്രശ്നം ഉണ്ടായി. ആ വായ്പ തള്ളണമെങ്കിൽ ചെറിയ ചില്ലാനം കോടി, ഒരു 10 കോടി 20 കോടി കൊടുത്താൽ അവിടുത്തെ മുഴുവൻ ആളുകളുടെയും വായ്പയും തള്ളാം. ആ പണം നിങ്ങൾ കൊടുക്കോ? കൊടുക്കൂല. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ദുരന്തത്തെ പോലും കച്ചവടമാക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ്. കേന്ദ്രത്തിനായാലും കേരളത്തിനായാലും ദുരന്തം അവർക്ക് ആഘോഷമാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ പറഞ്ഞു, കൃത്യതയുള്ള ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരികയാണ്.
മുസ്ലിം ലീഗിന് അതിന്റെ പൊളിറ്റിക്സും ഈ രാജ്യത്ത് വിശ്വാസിയായി സമുദായ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി മുന്നോട്ട് ഭയപ്പെടുന്നവരുണ്ട്. വഖഫ് വന്നില്ലേ, NRC വന്നില്ലേ, പേടിച്ചോളൂ, ഭയപ്പെട്ടോളൂ, പ്രത്യാക്രമണം, ഇതൊന്നുമേ ശരിയല്ല. എന്തു വന്നാൽ എത്ര വലിയ കടുത്ത നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിലെ വിശ്വാസത്തിന്റെ മുകളിൽ ആക്രമണം നടത്തിയാലും ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കും. വിശ്വാസികൾ ഒറ്റക്കെട്ടായി, അവർ മുസ്ലിങ്ങളായല്ല, ക്രിസ്ത്യാനികളായല്ല, ഹിന്ദുക്കളായല്ല, ഇന്ത്യക്കാരായി ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എത്ര വലിയ നിയമങ്ങൾ കൊണ്ടുവന്നു. NRC കൊണ്ടുവന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താക്കി? ഇവിടെ ഉള്ളവരെ മുഴുവൻ അങ്ങ് വലിച്ചു കൊണ്ടുപോയോ? ഒരു കാര്യം ഞാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോട് പറയട്ടെ, ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, അവന്റെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, ചെറിയ പ്രതലത്തിലാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ പോരാട്ട ഭൂമിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ രീതികളെ തകർക്കാൻ കഴിയില്ല. വിശ്വാസത്തോടെ നല്ലത് പ്രവർത്തിച്ച് അവസാന ശ്വാസം വരെ ഈ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുകൊണ്ട് ലീഗ് രാഷ്ട്രീയത്തിന്റെ നേരുകളെ ഉൾക്കൊള്ളാനുള്ള പോരാട്ടമായി നിങ്ങളുടെ ഈ പഞ്ചായത്ത് സമ്മേളനത്തിന് കഴിയട്ടെ എന്ന അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു, ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി.